ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഈസി ടൊമാറ്റോ റൈസ് റെസിപ്പിയാണ്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ ഓൺ റെസിപ്പി ഒന്നും അല്ല. ഞാൻ ആദ്യമേ പറയാം, ഞാൻ ഇതുപോലെ തന്നെ യൂട്യൂബിൽ ഷോർട്സ് ഒക്കെ കണ്ട് ഈസി ആണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എടുത്ത് ട്രൈ ചെയ്ത ഒരു ടൊമാറ്റോ റൈസ് ആണ്. അപ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ ആലോചിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ, ഈ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു ടൊമാറ്റോ റൈസിന്റെ റെസിപ്പി കാണുമ്പോൾ ഇതിന്റെ ഒറിജിനൽ ഷോർട്സ് ഇട്ട ആള് കാണുന്നുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. അപ്പോൾ മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൺ റെസിപ്പി ഒന്നുമല്ല, ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് മിക്കപ്പോഴും കുക്കിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ്, നമുക്ക് ഈസി ടൊമാറ്റോ റൈസ് റെസിപ്പി കണ്ടാലോ? പോവാം വീഡിയോയിലേക്ക്, വാ. കുക്കറിൽ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അനിയൻ വേണം, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പിന്നെ നമുക്ക് ക്ലോവ്സ്, കാർഡമം, പെപ്പർ, കറി ലീവ്സ്, അതുപോലെ തന്നെ കൊറിയൻഡർ ലീവ്സ്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ടൊമാറ്റോ ആൻഡ് റൈസ്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കട്ട പവറിൽ ടൊമാറ്റോ റൈസ് വെക്കാൻ വേണ്ടി പോവാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ജീരകശാല അരിയാണ്. നമുക്ക് വേണമെങ്കിൽ ബാസ്മതി റൈസും എടുക്കാം, പക്ഷേ എനിക്ക് ജീരകശാല റൈസിൽ ടൊമാറ്റോ റൈസ് വെച്ച് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഗ്യാസൊക്കെ ഞാൻ ഓൺ ചെയ്തു, ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഗീയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ ആദ്യത്തെ പാത്രത്തിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് അങ്ങ് തട്ടണം. ആ പാത്രത്തിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ എളുപ്പത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് തട്ടുന്നത്. ഓരോന്നായിട്ട് എടുത്തെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം, എങ്കിലേ പെട്ടെന്നൊന്ന് സവാളയൊക്കെ ഉള്ളത് കാരണം പെട്ടെന്നൊന്ന് സോട്ടായി കിട്ടാനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ളൊരു സാധനമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൊറിയൻഡർ ലീവ്സ്, കുറച്ച് അധികം ഉണ്ട്, കാരണം എനിക്ക് ഈ കൊറിയൻഡർ ലീവ്സ് കുറച്ച് അധികം ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത്രയും കൊറിയൻഡർ ലീവ്സ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാവേ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല പഴുത്ത തക്കാളി ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. പച്ച തക്കാളി ആണെങ്കിലും കുഴപ്പമില്ല, എങ്കിലും പഴുത്ത തക്കാളിയിലെ അത്രയും നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇത് നമ്മൾ ഇവിടെയുള്ള തമിഴ്നാട് നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്, അവിടെ പോയപ്പോൾ മേടിച്ച തക്കാളിയാണ്, നല്ല നാടൻ പഴുത്ത തക്കാളി. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പൗഡറിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഏതൊക്കെ പൗഡറാണ് ഇഷ്ടം, ക്യൂട്ടിക്കുറ, പിന്നെ ഏതാണ് എൻചാൻഡർ, അങ്ങനത്തെ ആ പൗഡറൊന്നും അല്ല നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. നല്ല ടെർമറിക് പൗഡറും ചില്ലി പൗഡറും പിന്നെ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചില്ലി പൗഡർ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം എനിക്ക് ഒരുപാട് സ്പൈസ് വേണ്ട. പിന്നെ ഓൾറെഡി നമ്മൾ പെപ്പർ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട്. പക്ഷേ നമ്മൾ റെഡ് ചില്ലി പൗഡർ ഇട്ടാലാണല്ലോ കുറച്ചൊന്ന് കളറ് വരുന്നത്. പക്ഷേ എനിക്ക് ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എൻ്റെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ വിഷമം മാറുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് സോട്ടായി വന്ന് ഞാനിനി അതാ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഈ നക്കിയതിന് ശേഷം ആ സ്പൂണ് നിങ്ങൾ കഴുകിയിട്ട് വേണം വീണ്ടും ഇതിൽ ഉപയോഗിക്കാൻ. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, കഴുകിയതിന് ശേഷമാണ് പിന്നെ ഉപയോഗിച്ചത്. ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങനെ എങ്ങാനും വന്ന് കോമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നക്കിയിട്ട് അവൾ ആ സ്പൂൺ എടുത്ത് അതിൽ വീണ്ടും ഇട്ടെന്ന് പറയാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു കിടിലം, ഇതിലേറ്റവും ടേസ്റ്റ് വരുന്നൊരു കിടിലം സാധനം എന്ന് പറഞ്ഞാൽ ഈ ഗരം മസാലയാണ്. അതിടാൻ വേണ്ടി ഞാൻ മറന്നു പോയതല്ല, ഞാൻ അവസാനം ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് നിങ്ങൾ ആദ്യം ഇടണേ, പൗഡറൊക്കെ ഇടൂലേ നമ്മൾ, റെഡ് ചില്ലി പൗഡറൊക്കെ ഇടുന്ന സമയത്ത് തന്നെ ഇതും കൂടെ ഇട്ട് വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മറന്നുപോയി, അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇനി നമ്മൾ അരിയൊക്കെ ഇട്ട് എല്ലാം അടച്ച് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ ഭംഗി കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കാം. ഒരു രക്ഷയില്ല, സിനിമാറ്റിക്കിൽ എടുത്തപ്പോഴേ കുക്കറിൻ്റെ ആ ഭംഗി എടുത്തറിയുന്നു. അപ്പോൾ വിസിലൊക്കെ വന്നു, നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിലത്ത് വെച്ച് ടൊമാറ്റോ റൈസിന്റെ ഭംഗി ഞാൻ ഇനി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ടൊമാറ്റോ റൈസ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ചൂടോടെ കഴിക്കാൻ പോകണം. എനിക്ക് ചൂടോടെ, പൊതുവേ ഏത് ഫുഡ് കഴിച്ചാലും ചൂടോടെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ പക്ഷേ ഈ ഒരു ടൊമാറ്റോ റൈസ് നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കണം. എന്ന് പറഞ്ഞാൽ വാ പൊള്ളി പോകരുത്, അത് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് റൈത്തയും കൂടെ വെച്ചാണ് കഴിക്കുന്നത്. പൊട്ടറ്റോ ഫ്രൈ ഞാൻ സാധാരണ ചെയ്യാറുണ്ട്, ഇപ്പം എനിക്ക് ടൈമില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തൽക്കാലം ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഈ ടൊമാറ്റോ റൈസ് കഴിച്ചു നോക്കാം. കറിവേപ്പിലയൊക്കെ മാറ്റി വെക്കട്ടെ, കറി ലീവ്സ് കുറച്ചുണ്ടായിരുന്നേ.
ഇനി നമുക്ക് ഒരു പിടി തക്കാളി ചോറും റൈത്തയും കൂടെ മിക്സ് ചെയ്ത് വായിലേക്കൊന്ന് വച്ച് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. അടിപൊളി, യമ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൊമാറ്റോ റൈസ് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ റെസിപ്പി അല്ലേ. നല്ല എന്താ പറയാ, പഴുത്ത തക്കാളിയൊക്കെ ആയത് കാരണമേ ആ ഒരു തക്കാളിയുടെ ചാറൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി. അങ്ങനെ ടൊമാറ്റോ റൈസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്, ഏമ്പക്കവും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാമേ. ബൈ ബൈ, ടേക്ക് കെയർ.